ആ ഉണ്ണിയുടെ മേലേക്ക് ഇങ്ങനെ വീട്ടിലിറങ്ങിയിരുന്നേ. കുറച്ചാണ് കഴിഞ്ഞില്ലേ, ആ ഉണ്ണിയെ കണ്ടിട്ട് സ്നേഹാണ് സഹിക്കാൻ കഴിയാതെ കണ്ട് കയ്യിലുള്ള ആയുധങ്ങളൊക്കെ എവിടേക്കേ പോയതാണെന്നറിയില്ല. 1000 കൈകളെ കൊണ്ടും ഒരു പൂ പോലെ ഇങ്ങനെ വാരി എടുത്തു, മടിയിൽ എവിടെയാണ് വെച്ചു. എന്നിട്ട് ചരിത്രമൊക്കെ കാണിച്ചിട്ടുണ്ട്. നാരായണ, എന്താ അച്ഛനും അമ്മയും, അമ്മയില്ല അച്ഛൻ, തൻ്റെ ശത്രുവിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് പറഞ്ഞ് അച്ഛൻ കൊല്ലാനേ ശ്രമിച്ചിട്ടുള്ളൂ. നല്ലൊരു വാക്ക് പോലും പറഞ്ഞ് അച്ഛൻ്റെ മുഖത്തിൽ നിന്നും കേട്ടിട്ടില്ല. ഉണ്ണി, എന്നെ സ്നേഹിക്കുക കാരണം നിനക്ക് ലാളിക്കാൻ അച്ഛനില്ലാതെ നിസ്സഹായായ അമ്മ ഒന്നും പറയാനാവാതെ കണ്ട് എവിടെങ്കിലും ഒരു ഭാഗത്ത് പോയി നിന്ന് കണ്ണീര് പാർക്കും. ഇതിനൊക്കെ കാരണം നീ എന്നെ സ്നേഹിക്കലല്ലേ ഉണ്ണി, നിനക്ക് ഞാനുണ്ട് പറഞ്ഞ് ഭാര്യ അടുത്തപ്പോ തെരകീസേ കുളിപ്പിക്കാൻ കണ്ണീരോട് കരാപുരം കുറേനേരം ഇപ്പൊ നരസിംഹമൂർത്തിയാക്കാനാണ്. ക്രോശിച്ചേരുന്ന കണ്ണുകളൊക്കെ പോയിട്ട് ഇപ്പൊ കരഞ്ഞ് ആനന്ദാശ്രുക്കള ഉതിരുന്ന കണ്ണുകളുമായിട്ട് ആ ഉണ്ണിയെ മടിയിലവളെ വെച്ചു കുറച്ചു നേരം. എന്നിട്ട് കൈകളെ വെച്ച് പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ചാണ് അനുഗ്രഹിച്ചു എന്നാണ്. ഇതൊക്കെ കേട്ട് ധർമ്മപുത്രനോട് കഥ പറയല്ലേ. അദ്ദേഹം ആനന്ദത്തിൽ ആറാടി എല്ലാം പറഞ്ഞ് കണ്ണീര് വാർക്കുന്നു. ധർമ്മപുത്ര നേരെ വിളിച്ചു. ആ തൃക്കൈ എങ്ങനെയുള്ള തൃക്കയ്യാന്ന് അറിയോ? തൃക്കൈനൊരു വിശേഷം. എങ്ങനെയുള്ള തൃക്കയ്യ പ്രഹ്ലാദന്റെ ശിരസിൽ വെച്ചതെന്ന് അറിയോ? എങ്ങനെയുള്ള തൃക്കയ്യ? കാലാഹി വിധ്വസ്തധിയാം കൃതാഭയം. വലിയ 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 വരങ്ങളൊക്കെ വാങ്ങി തപസ് ചെയ്തു, വലിയ വലിയ വരങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് നാട് മുഴുവൻ മുടിച്ചു നിൽക്ക്. അങ്ങനെയല്ലേ പ്രധാനപ്പെട്ട അസുരന്മാര്. പക്ഷേ അധർമ്മം ചെയ്താൽ അതിൻ്റെ ഫലമായിട്ട് മരണമെന്ന ദുരന്തം ഇന്നലെയും നാളെ സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് ലോകത്തിന് വെളിപ്പെടുത്തുമാറ് അങ്ങനെയുള്ള എത്രയെത്ര അമിതപരാക്രമികളായ അസുരന്മാര് മരിച്ചു. ഇപ്പതാ ഹിരണ്യകശിപു. അങ്ങനെ ആ കയ്യിനെ കൊല്ലാൻ മാത്രമല്ല ശക്തി, പിന്നെ മരണത്തെ പേടിച്ച് രക്ഷിക്കണേ രക്ഷിക്കണേ പറഞ്ഞിങ്ങനെ ഓടി വന്നാൽ അത്ര കൈ കൊണ്ട് പതുക്കെ വലത്തെ കൈ എന്ന് പറയട്ടെ ഒന്ന് മതി അർത്ഥം. എന്നിട്ട് ആ ഭയം പേടിക്കണ്ട കേട്ടോ, ഇനി നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്. അങ്ങനെ എത്രയെത്ര ശരണാഗതന്മാർക്ക് മരണത്തിൽ നിന്നും അഭയം കൊടുത്തതെന്ന് അറിയോ? ധർമ്മപുത്ര ആ തൃക്കയ്യ് കാലാഹി വിത്രസ്തധിയാം കൃതാഭയം. ആ തൃക്കൈ വെച്ചാണ് അനുഗ്രഹിച്ചു പ്രഹ്ലാദിന്റെ ശിരസിന്. ഇത്രയൊക്കെ ആയതോടുകൂടി നൃസിംഹമൂർത്തിക്ക് ഒരാഗ്രഹം. പ്രഹ്ലാദ എന്താ ഇവിടുന്ന് ഞാൻ ചോദിച്ചു. എനിക്ക് പ്രഹ്ലാദന്റെ മുഖത്തിൽ നിന്ന് ചെറിയ കുട്ടികൾ പറയുമ്പോഴേ അതിനൊരു മാധുര്യമൊന്നും വേറെയാ. ഒന്നങ്ങനെ കൊഞ്ചി കുഴഞ്ഞ് എന്നിട്ട് മൃദുസ്വരത്തിൽ പറയണ കേൾക്കാൻ തന്നെയുണ്ട് ഒരു രസം. അതുകൊണ്ട് എൻ്റെ പ്രഹ്ലാദൻ എന്നെ പറ്റിയിട്ട് ഒരു 2 വാക്ക് പ്രഹ്ലാദന് എന്താ തോന്നണമെന്ന് വെച്ചാൽ അത് പറഞ്ഞാൽ മതി. അത് കേൾക്കാൻ വേണ്ടി ഇരിക്കുക.
പ്രഹ്ലാദ ഒന്ന് കേൾക്കട്ടെ. പ്രഹ്ലാദന് ഒന്നും എന്നോട് പറയാനില്ലേ? പ്രഹ്ലാദൻ തിരുമുഖത്തേക്ക് ഒന്ന് നോക്കി. നിർമോഹൻ എന്നൊക്കെയാണ് ഭഗവാനെ പറ്റി പറയാറ് അല്ലേ? നിരഞ്ജനൻ, നിർവൈതൻ, നിർമോഹൻ, നിഷ്പരിഗ്രഹൻ, ഇത് അനവധി നീ കൂട്ടും. ഇപ്പൊ നിർമോഹന വലിയൊരു മോഹം. എന്താ? തൻ്റെ ഭക്തന്റെ തിരുമുഖത്തിൽ നിന്ന് 2 വാക്ക്, കൊഞ്ച് വാക്ക് കേട്ടാ കൊള്ളാന്ന്. എന്നിട്ട് മോഹൻ സഹിക്കാൻ വയ്യാണ്ട് പറയുകയും ചെയ്തു, പ്രഹ്ലാദ ഒരു 2 വാക്ക് എന്നോടാണ് പറഞ്ഞാൽ എന്താ വിരോധം? ഇവിടുന്ന് നിർബന്ധമാണോ അടിയൻ ഇവിടുത്തോട് 2 വാക്ക് പറയാനെന്നുള്ള കാര്യം നിർബന്ധമാണോ? നിർബന്ധം. യാതൊരു സംശയമില്ല. 2 വാക്കെങ്കിലും പ്രഹ്ലാദൻ പറയാൻ്റെ വിട്ടില്ല. പ്രഹ്ലാദൻ ഉണ്ണിയുടെ മുഖത്തിൽ നിന്നും ഒരു 2 വാക്ക് കേട്ടാ കൊള്ളാം. എന്നാലേ അടിയൻ പറയാം, ഇവിടത്തേക്ക് അടിയന്റെ വാക്ക് കേൾക്കണമെന്നല്ലേ? എന്നാൽ ഇവിടത്തേക്ക് ഇഷ്ടമുള്ള മാതിരിയൊക്കെ അടിയന്റെ വാക്ക്. അല്ലാണ്ട് പിന്നെ എങ്ങനെയാ? നല്ല കാര്യം. നമ്മുടെ വാക്കുകളൊക്കെ ഈ നന്നാക്കണ ഗുരുവായൂരത്തിന് നല്ല കാര്യം. നല്ലോണം പറയും. കേൾക്കുന്ന ആൾക്ക് കുറച്ചും കൂടിയൊക്കെ രസമായിട്ട് ആ തക്കവണ്ണം പറയാൻ നിന്നെ സരസ്വതി നിന്നെ സഹായിക്കും പറയേ എന്നും പറഞ്ഞ് ഭഗവാൻ ഉള്ളിൽ ഇരുന്നിട്ട് ഒന്നിങ്ങനെ അനുഭവിച്ചാൽ അപ്പകൽ തടങ്ങും. എന്താ? സരസ്വതി വിലാസം. ഇല്ലെങ്കിൽ വിലാസമൊക്കെ വേറെ നല്ല കഥ. പ്രഹ്ലാദൻ അവിടെ നിന്നിട്ടാണ് സ്തുതിച്ചു. എന്താ? ബ്രഹ്മാദയസ്വരഗണാഃ മുനയോധസിദ്ധാഃ സത്വൈകദാനമതയോ മനസാം പ്രവാഹൈ നാരാധിതും പുരുഗുണൈരധിനാപി പിപ്രു കിം തോഷ്ടുമർഹതി സമേ ഹരിരുഗ്രജാതേ. ഭഗവാനെ, അടിയന് മുമ്പേ ഇവിടുത്തെ സ്തുതിച്ച് പോയത് ആരൊക്കെയാണ് ഇവിടുന്ന് ഓർക്കുന്നുണ്ടോ? പ്രഹ്ലാദനെ അറിയോ ആരൊക്കെയാ സ്തുതിച്ചതോ? അടിയൻ സ്തുതിച്ച ആളെയൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്നാ കേക്കട്ടെ. ബ്രഹ്മാദയസ്വരഗണാഃ, ബ്രഹ്മദേവൻ, ശ്രീ മഹാദേവൻ, ദേവേന്ദ്രൻ, അങ്ങനെയാണ് തിരഞ്ഞിട്ടുള്ള ദേവന്മാര്. പിന്നെ മുനയോധസിദ്ധാഃ, അത്രി, വസിഷ്ഠൻ, ചവനൻ തിരഞ്ഞിട്ടുള്ള വലിയ വലിയ മഹർഷീശ്വരന്മാര്, സിദ്ധന്മാര്. അവരെയൊക്കെയോ അനവധി കാലം തപസ് ചെയ്ത് നിരാഹാരന്മാരായി നിന്തിരുവടിയെ സേവിച്ചതിൻ്റെ ഫലമായി നിന്തിരുവടിയുടെ സന്തോഷം കൊണ്ട് എന്തെല്ലാം സിദ്ധിവിശേഷങ്ങൾ വേണോ അത് മുഴുവൻ ആർജിച്ച പരമസിദ്ധന്മാര്. അവരോ കൽപ്പിച്ചു കൂട്ടി സ്തുതിച്ചു എന്നാണ്. എന്താ? നൃസിംഹമൂർത്തിയുടെ കോപം അങ്ങനെ അടങ്ങണം. അതിന് പാകത്തിലുള്ള വാക്കുകളാവണം തൻ്റെ വാക്കുകളാണ്. എന്നിട്ട് വചസാം പ്രവാഹൈ, ഓരോരുത്തരായിട്ട് ഗംഭീര വാക്പ്രവാഹം തന്നെ. സരസ്വതി നദിയുടെ ഒരൊഴുക്ക് ഗുരുവായൂരത്തിന്. ഇതൊക്കെ കേട്ടിട്ട് ഇപ്പം എന്താ പറയണമെന്നറിയോ? ആരാധിതും പുരുഗുണൈഃ അധുരാപി പിപ്രുഃ. അതെ, സ്തുതിച്ച സ്തുതി എനിക്കിഷ്ടായില്ല. അങ്ങനെ ഒന്നുകൂടെ എല്ലാവർക്കും എപ്പോഴും ഇഷ്ടാവണമെന്നൊന്നുമില്ല. ചിലപ്പോ ചിലവരെ വാക്ക് നന്നായി തോന്നും, ചിലപ്പോ അവരുടെ തന്നെ വാക്കായി മഹാമോശം അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെ അല്ലേ സമ്പ്രദായം. അപ്പൊ ഈ ബ്രഹ്മാദി ദേവന്മാർ സ്തുതിച്ചതൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവില്ല വൃത്തയ്ക്ക്. അങ്ങനെ പറയാൻ പറ്റുമോ? വൃത്തേ പുരുകൂടൈ അവരുടെ സ്തുതിയൊക്കെ അടിയൻ കേട്ടു. എത്ര ഭംഗിയായിട്ടാ ഓരോരുത്തരും വൃത്തയെ സ്തുതിച്ചതെന്നറിയോ? അതൊക്കെ കഴിഞ്ഞപ്പോ എന്താ ഉണ്ടായത്? അലർച്ച. കണ്ണൊന്നും കൂടിയാണ് വികസിക്കുക.
കരുതൽ മുഴുവൻ ഒരു നാട്യം. ഇതല്ലേ ഇവിടുന്ന് അവർക്ക് സമ്മാനിച്ചു കൊടുത്തത് അനുഗ്രഹമായിട്ട്. അങ്ങനെ ലോകത്തിലുള്ള മഹർഷീശ്വരന്മാരും ദേവന്മാരും എല്ലാവരും സ്തുതിച്ചിട്ടും ഇവിടുത്തെ വേഷം അകറ്റാനായില്ല, ഇവിടുത്തെ പ്രസാദിപ്പിക്കാനായില്ല. എന്നിട്ടിപ്പോ എന്താ പറയണമെന്നറിയോ? പ്രഹ്ലാദൻ അല്ല, ഒരു 2 വാക്ക് പറയും. ബാക്കിയൊക്കെ കേട്ടു, ആ സ്തുതിയൊക്കെ മഹാമോശം. അതെ, എനിക്ക് പ്രഹ്ലാദന്റെ സ്തുതി ഒന്ന് കേൾക്കണം, ഒന്ന് പറയും. അടിയൻ സ്തുതിച്ചാൽ പ്രത്യേക സന്തോഷമാകുമോ? ഇവിടുത്തെ കിം ദോഷ്ടോപരിഹതി സമേ ഹരിരുഗ്രജാതേ. നല്ല ആരോടാ പറഞ്ഞത് സ്തുതിക്കാനേ? ആരോടാന്നറിയ? ഭഗവാന്റെ ശത്രുക്കളിൽ ഏറ്റവും 1-ാം നമ്പർ ശത്രു ഹിരണ്യകശിപു. ജീവിതം മുഴുവൻ ഇവിടുത്തെ നിഗ്രഹിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് പരിശ്രമിച്ചത് മുഴുവൻ അവസാന ശ്വാസം വരെ. അങ്ങനെ ഇവിടുത്തെ ആജന്മശത്രുവായ ഹിരണ്യാക്ഷന്റെ മകൻ ജാതി. പ്രഹ്ലാദ സ്തുതിക്കാൻ പറഞ്ഞാൽ ജാതിയൊക്കെ അന്വേഷിക്കണോ? അല്ല, അതും കുറേശ്ശെ അന്വേഷിക്കണം. അടിയന്റെ ജാതി എന്താണെന്നറിയോ? ദേവനല്ല, മഹർഷിയല്ല, ഗന്ധർവന്മാരല്ല, സിദ്ധന്മാർ, ചാരണന്മാരൊന്നുമല്ല. പിന്നെയോ ഇവിടുത്തെ പരമശത്രുക്കളായ അസുരജാതിയിലെ പരമശത്രുവിന്റെ മകൻ അല്ലേ? ഹരിരുഗ്രജാതേ. അങ്ങനെയൊക്കെയുള്ള അടിയൻ പറയരുത്, കേൾക്കണം. ഇതല്ലേ ഇപ്പൊ ഇവിടുത്തെ ആഗ്രഹം. പ്രഹ്ലാദ, എനിക്ക് അങ്ങനെ തോന്നി. മറ്റുള്ളവരൊക്കെ ശ്രമിച്ചപ്പോ കേൾക്കണ്ട തോന്നി. പ്രഹ്ലാദന്റെ മുഖത്തിൽ നിന്ന് 2 വാക്ക് കേട്ടാ കൊള്ളാമെന്നും തോന്നി. അതിനെന്താപ്പോ? ഇവിടത്തേക്ക് തോന്നിയാൽ അതിനെന്താപ്പോ ചോദിച്ചാൽ എന്താ സമാധാനം പറയേണ്ടത്? പ്രഹ്ലാദന് ഒന്നും തോന്നുന്നില്ലേ? അടിയനൊന്ന് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇപ്പോ എന്താ? പ്രഭാവ പരപൗരുഷ ബുദ്ധിയോഗ നാരാധരായ ഹി ഭവന്തി പരസ്യ പുംസഃ ഭക്ത്യാ തുദോഷ ഭഗവാൻ ഗജയൂസഭായ. സാധാരണ എല്ലാവരുടെയും ഹൃദയത്തിൽ ഒരു വിചാരം ഉണ്ടാവും. എന്താ? ധാരാളം സമ്പത്തുണ്ടാവുക. ധനം, സമ്പത്തുണ്ടാവുക എന്ന് വെച്ചാൽ ഭഗവാന്റെ ഒരു അനുഗ്രഹമല്ലേ? അപ്പൊ ഭഗവാൻ സമ്പത്ത് നൽകി ധനികനാക്കി തീർത്ത ധനികന്മാരെ ഭഗവാന് കുറച്ചധികം ഇഷ്ട. അതുപോലെ അഭിജനം, ബന്ധുക്കൾ, നല്ല കൊള്ളാവുന്ന എന്തും ചെയ്യാൻ ശക്തിയുള്ള അഭിജനങ്ങൾ ഉണ്ടാവുക, ബന്ധുക്കള്. നല്ല സൗന്ദര്യം, രൂപം, നല്ല തപസ്, നല്ല തേജസ്, നല്ല ബലം, നല്ല പൗരുഷം, നല്ല ബുദ്ധി, പിന്നെ യോഗസിദ്ധികൾ ധാരാളം. ഇതെല്ലാം കൂടി ചേർന്നാൽ ആ മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല, അസാധാരണയായ മനുഷ്യനാണെന്നല്ലേ എല്ലാവരും പറയാറും ബഹുമാനിക്കാറൊക്കെ. അങ്ങനെയുള്ള മനുഷ്യരല്ല ദേവന്മാര്. ഈ പറഞ്ഞതെല്ലാം ഒത്തുകൂടിയ ദേവന്മാരായ ദേവന്മാരൊക്കെ, പിന്നെ മഹർഷിമാരൊക്കെ, സിദ്ധന്മാരായ സിദ്ധന്മാരൊക്കെ എല്ലാവരും കൂടി ഇവിടുത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങേയറ്റം ശ്രമിച്ചു നോക്കി. നാരാധിതം ഇത്രയൊക്കെ ശ്രമിച്ചിട്ട് സാധിച്ചു. വഷളന്മാര്, സാമാന്യം പോലെ ഒരാളെ പറഞ്ഞ് വശത്താക്കാൻ പോലും കഴിവില്ലാത്ത ബുദ്ധൂസന്മാര് ഭഗവാന്റെ ഒരു നാട്ടിൽ എങ്ങനെയാ? എന്നിട്ടിപ്പോ കേമായി ശ്രമിച്ചോ പറഞ്ഞ ജയിലേനോ സർവ ആളോടും. എന്നിട്ടിപ്പോ എന്താ പറയണമെന്നറിയാം? പ്രഹ്ലാദ, അവരെ സ്തുതിയൊക്കെ കേട്ടിട്ട് മടുത്തു. ഇനി എന്റെ പ്രഹ്ലാദൻ ഒരു 2 വാക്ക് പറയണം. പറയില്ലേ? എന്നോട്
പ്രഹ്ലാദൻ പറഞ്ഞോളൂ. നാരായണ, അടിയനെ ഇവരെക്കാളൊക്കെ ഇപ്പം എന്തേ ഒരു യോഗ്യത? ദേവന്മാര്, സിദ്ധന്മാര്, മഹർഷീശ്വരന്മാരെ തിരങ്ങിയിട്ടുള്ള വലിയ 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 മഹാത്മാക്കളെ കാട്ടിലും അടിയൻ എന്ത് യോഗ്യതയാ ഇവിടുന്ന് കണ്ടത്? പ്രഹ്ലാദനെ ഞാൻ കണ്ട യോഗ്യത പ്രഹ്ലാദനെ ആലോചിച്ചാൽ മനസ്സിലാവും. അതിനിപ്പോ ഞാൻ അങ്ങോട്ട് പറയുന്നല്ല, നല്ല പ്രഹ്ലാദനെ പറഞ്ഞു നോക്കൂ. അതെ, ഈ സാധാരണ കേമന്മാരൊന്നും ഈ അന്യഥാശലടന്നാസ്തി എന്ന് വഴിപാട് കഴിക്കുകയും പറയുള്ളൂ. ഗുരുദേവത്തിനെ കണ്ടാൽ ഒന്ന് രണ്ട് ശ്ലോകങ്ങൾ ഒക്കെ അമ്മമാരെ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. പിന്നെ അന്യഥാശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. 2 ശ്ലോകം ചൊല്ലി നമസ്കരിക്കണമെന്ന് കുട്ടിക്കാലത്തെ പറയും അമ്മയും അച്ഛനും. ഏതായാലും ഭഗവാനെ കാണുകയല്ലേ, കട്ടെ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ നമസ്കരിച്ചു. താല്പര്യത്തെ കാണിച്ച് നമസ്കരിച്ചു ഭഗവാനെ. എന്ത് ചൊല്ലിയിട്ട്? കൃഷ്ണായ വാസുദേവായ, കൃഷ്ണായ വാസുദേവായ. അതെന്താണ് കൃഷ്ണായ വാസുദേവായ? കൃഷ്ണായ വാസുദേവായ എന്നെ അമ്മ പഠിപ്പിച്ചതാ. അതിനെന്താ അർത്ഥം എന്നറിയോ? അതെ, അർത്ഥവ്യാകരണം ചോദിക്കരുത്. അമ്മ കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതാണ്, അതെനിക്കറിയാം. ഞാൻ അത് ചൊല്ലി നമസ്കരിക്കുകയോ ചെയ്തു. വേണമെങ്കിൽ സന്തോഷിച്ചോട്ടെ, വേണ്ടെങ്കിലോ ഇപ്പോൾ നഷ്ടമൊന്നുമില്ല, സന്തോഷമില്ലെങ്കിലും ഇതൊക്കെ നമ്മുടെ ഒരു നാട്യം, ഒരു വഴിപാട് അല്ലേ. പക്ഷേ ആ ഗജേന്ദ്രനെ സരസിൽപ്പെട്ട് മുതലേറെ കടീലകൾപ്പെട്ട് എന്നിട്ട് ഭഗവാനെ ഒരു വിളിക്കേണ്ടായി. 51 അക്ഷരവും മുഴുവൻ പുറപ്പെട്ടു. ആനകൾക്ക് എങ്ങനെയാ 51 അക്ഷരവും പുറപ്പെടുക? ശരിയാ, ഞാൻ രണ്ടും പറയണില്ല, പുറപ്പെട്ടില്ലാന്നും പറയണില്ല, പുറപ്പെട്ടു എന്നും പറയണില്ല. ഏതായാലും സാധാരണ എനിക്ക് നോക്കിയാൽ 51 അക്ഷരം മുഴുവൻ പുറപ്പെടാൻ ഞെരുക്കം അല്ലേ. നല്ല സുളിച്ചു, എന്നിട്ട് ഒരു വിളിച്ചു. എന്താ? നാരായണാന്നോ. എന്താ ഉണ്ടായത്? ഗരുഡനെ വേഗം പോരാന്നും പറഞ്ഞ് ഗരുഡന്റെ പുറത്തുനിന്ന് ചാടി എന്നിട്ട് പിടിച്ച് കയറ്റി സരസ്വന്ന്. എന്തേ ഗജേന്ദ്രനെ നാരായണാന്നാണ് വിളിച്ചപ്പോ കേറ്റാൻ എന്താ കാരണം? ബന്ധുക്കളില്ല, കുലം എന്താന്നറിയില്ല. ആനയ്ക്കെന്ത് കുലം, ആനയ്ക്കെന്ത് ബന്ധുക്കള്, തപസ്, ഇതൊക്കെ ഉണ്ടോ ആനയ്ക്ക് മൃഗത്തിന്? ഒന്നുണ്ടായിരുന്നു. എന്താ? ഭക്തിയാ സുദോഷ ഭഗവാൻ ഗലയൂഥമായ ഗുരുവായൂരപ്പൻ വെച്ചാൽ അതെ ഒന്ന് വേറെ തന്നെയാ. തപസ്സുണ്ടോ എന്ന് നോക്കിയിട്ടല്ല, എനിക്ക് ഗുരുവായൂരപ്പനെ ഇഷ്ടാ, എനിക്ക് ഭഗവാനെ വിശ്വാസ. എന്റെ വിളി കേട്ട കരുണാവാരി ഓടി വരും. ആ ഉറപ്പോട് കൂടിയിട്ടാ വിളിച്ചത്. എന്താ? നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ ഓടി വന്നില്ലേ. അപ്പൊ ഇവിടുന്ന് സന്തോഷിക്കാൻ എന്താ വേണ്ട? അതോ ഭക്തി മാത്രം. ബാക്കിയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷേ ഭക്തി ഇല്ലാതെ ഗുരുവായൂരപ്പനെ വിളിച്ചാൽ കേൾക്കാനൊന്നും പോണില്ല. ഗുരുവായൂരപ്പനെ നമ്മെക്കാട്ടിലൊക്കെ സൂത്രക്കാരനാ. ഉള്ളിലുള്ളത് ആദ്യം കറുപ്പിൽ. ഇതിനാ ഇപ്പോൾ കേമായിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു വരണമെന്ന് ഉള്ളിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. ആഹാ, എന്നെ പറ്റിക്കാൻ ശ്രമിക്കാല്ലേ, നടക്കട്ടെ. അന്നാണ് വിഗ്രഹ. രണ്ടും വശം വിഗ്രഹവാരും വയ്ക്കും. ചില ഭക്തന്മാർ വന്ന് ഗുരുവായൂരപ്പാന്ന് വിളിച്ചാൽ വിഗ്രഹം അല്ലാതെ ആവാരും വയ്ക്കും. അതൊക്കെ ഗുരുവായൂരപ്പന് ഇഷ്ടപ്രകാര. അതൊക്കെ അവനവന്റെ ഭക്തിയുടെ ഏറ്റക്കുറച്ചിനനുസരിച്ച് അവിടുന്ന് സന്തോഷിക്കാറ്. അല്ലേ ഇവിടുന്ന് എന്നാണ് ചോദിച്ചു. ഗുരുവായൂരപ്പോ അതുകൊണ്ട് ഇവിടത്തേക്ക് ഇപ്പോ അടിയന്റെ ശ്രീമുഖത്തിൽ നിന്നും 2 വാക്ക് കേൾക്കണം
പോകല്ലേ ഇവിടുന്ന്. നൈവാത്മന പ്രഭുനയം നിജലാഭപൂർണ മാനഞ്ജനാദവിദുഷ കരുണോ വൃണീതേ യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. നമുക്കൊക്കെ വലിയൊരു തെറ്റിദ്ധാരണയുണ്ട് ഭഗവാനെ സംബന്ധിച്ചിടത്തോളം. ഞാനേ ഭഗവാന്റെ അടുത്തിരുന്നു, എന്നിട്ട് ഇനി സന്തോഷിക്കാൻ്റെ വരരുത് എന്ന് ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് എന്താ കഷ്ടിയാകണ്ട തീർച്ചയാക്കി എന്താ ഷീട്ടാക്കലേ ഗുരുവായൂരപ്പൻ്റെ മുമ്പിലെത്തിയ ഷീട്ടാക്കലല്ലേ വേണ്ടത്. വഴിപാടൊക്കെ മാറ്റാണ് ഷീട്ടാക്കി 1000 ഉറുപ്പ്യക്ക് പഞ്ചാര പായസം. എന്താ അപ്പോ എന്താ ഷീട്ടാക്കിയത് പോലെ? നാരായണ. അങ്ങനെ ഓരോരുത്തരും ഓരോന്നൊക്കെ ഭഗവാൻ ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞാൽ അമ്പറഞ്ഞാനേ എൻ്റെ വൈഭവല്ലേ, ഞാനല്ലേ അതുണ്ടാക്കിയത്, ഞാനല്ലേ ഇതിങ്ങനെ ചെയ്തത്, ഞാനല്ലേ അതങ്ങനെ ആക്കിയത്. എന്തിനാ ഈ കൊമ്പത്ത് കയറിയിരിക്കണത്? ഭഗവാന് കൊടുക്കേണ്ടത് ഭക്തിയോട് കൂടിയിട്ടാണ് കൊടുക്കല്ലേ നല്ലത്. അതാ ചോദിക്കണത്. മന്യേധനാഭിജനരൂപ തപശ്രുത ഉരസ്തേജ പ്രഭാവ പൗരുഷ ബുദ്ധിയോഗ. എന്തൊക്കെ തന്നെയായാലും ശരി, ഭഗവാൻ ഭക്തിയോട് കൂടിയിട്ടാണെങ്കിൽ നിത്യപരിപൂർണനായ നിരാഗ്രഹനായ മനോവാചാമഗോചരനായ ഈ ഭഗവാനെ നമ്മൾ കൊടുത്ത ഈ തുച്ഛ സാധനങ്ങൾ സ്വീകരിച്ചിട്ട് വേണോ കഴിഞ്ഞുകൂടാൻ? നാരായണ. അതെന്താ ആലോചിക്കാത്തത്? അതിനൊന്നും ആവശ്യമില്ല. നമുക്കല്ലേ ആവശ്യം, ഭഗവാന് വല്ല ആവശ്യമുണ്ടോ? അപ്പൊ ഭഗവാൻ ഭക്തന്മാരെ കൊടുത്തതൊന്നും സ്വീകരിക്കാറുണ്ട്. എന്തുപോലെയെന്നറിയോ? യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. നമ്മള് ഭഗവാന്റെ മഹാത്മ്യങ്ങള് പാടി പകർത്തുക. എത്രയെന്നില്ല, അവസാനമില്ല. എത്ര കണ്ട് പാടി പകർത്താൻ പറ്റുമോ അത്ര കണ്ട് അധികം, അത്ര കണ്ട് പാടി പകർത്തുക. യജ്ജനോ ഭഗവതേ വിദധീതമാനം. എൻ്റെ ഗുരുവായൂരപ്പന് അങ്ങനെയുള്ള ആളാ, എൻ്റെ ഗുരുവായൂരപ്പന് ഇങ്ങനെയുള്ള ആളാ. വാഴ്ത്തിക്കോളൂ, യാതൊന്നും ശങ്കിക്കേണ്ട. ധാരാളമായിട്ട് വാഴ്ത്തുക. അങ്ങനെ ആയാലോ ഗുരുവായൂരപ്പനെ വാഴ്ത്തിയാൽ ആ വാഴ്ത്തലിന്റെ ഫലം ആർക്കാന്നറിയോ? അവനവനാ. ഗുരുവായൂരപ്പനെ വാഴ്ത്തിയ ഗുരുവായൂരപ്പനല്ലേ അതിന്റെ ഫലം എനിക്കാ. അപ്പോളേ കണ്ണാടിയുടെ മുമ്പ് ചെന്നിട്ടേ സ്വന്തം നെറ്റിയിൽ പൊട്ട കുത്തണമെന്ന് തോന്നിയാൽ കണ്ണാടിയിലുള്ള പ്രതിബിംബത്തിനോ പൊട്ട കുത്താറ്, അതോ അതിനെങ്ങേപ്പുറത്ത് നിൽക്കുന്ന അവനവന്റെ നെറ്റിയിലോ പൊട്ടു കുത്താറ്? എവിടെ പൊട്ടു കുത്താറ്? കണ്ണാടിയിൽ കിടക്കണ പ്രതിബിംബത്തിന്റെ നെറ്റിയിലാണ് പൊട്ട തൊട്ടതെങ്കിൽ നെറ്റിയുമ്പോൾ തൊട്ടത് ചില മൂക്കിലും കണ്ണിലും ഒക്കെ ഇത് വരും. ഒന്ന് ഇളകിയാൽ മതി. അവനവന്റെ നെറ്റിയിൽ തൊട്ടാൽ ആ പൊട്ട നെറ്റിയിൽ നിന്ന് പിന്നെ മാറില്ല. ഇക്കൂട്ടത്തിൽ നമുക്ക് വല്ല യോഗ്യതയും വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വല്ല അനുഗ്രഹങ്ങളും വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വല്ല സൗഭാഗ്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ അതെ അത് ഗുരുവായൂരത്തിന് കൊടുക്കണം. അതാ പറയണത്. കണ്ണാടിയിൽ നിലനിൽക്കുന്ന പ്രതിബിംബത്തിന്റെ നെറ്റിയില് പൊട്ട് കാണുമെങ്കിൽ അവനവന്റെ നെറ്റിയിൽ പൊട്ട് തുറന്നും. യജ്ജനോ ഭഗവതേ വിദധീതമാനം തച്ചാത്മനേ പ്രതിമുഖസ്യ യഥാ മുഖശ്രീ. ഗുരുവായൂരത്തിനെ വാഴ്ത്തുമ്പോ വെറുതെ വാഴ്ത്തിന്നൊന്നും വിചാരിക്കണ്ട. ആ വാസനൊക്കെ അവനവൻ തന്നെയാ ഫലം തരിക. അതുകൊണ്ട് ഭഗവാനെ അടിയനൊരുങ്ങി. എന്തിന്?
അടിയന് വൈകുന്നേരത്തോളം ഇവിടുത്തെ മഹാത്മ്യങ്ങൾ ഒന്ന് പാടാൻ തന്നെ ഒരുങ്ങി. ശിവമൂർത്തിക്ക് സന്തോഷമായി. ഹായ്, പ്രഹ്ലാദൻ എന്നെ സ്മരിക്കാൻ ഒരുങ്ങി എന്നാ പറയണത്. കേക്കട്ടെ എന്നൊരു നാട്യം. ഇവിടുന്നേ ആദ്യമായിട്ട് ഇവിടുത്തോട് ചെറിയൊരു അപേക്ഷ സമർപ്പിക്കുക. എന്താ എൻ്റെ പ്രഹ്ലാദനെ എന്നോട് അപേക്ഷിക്കാനുള്ളത്? എന്തിനാ ഇവിടുന്ന് ഈ കണ്ണുരുട്ടി കാഴ്ചയ്ക്ക് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിക്കണത്? പല ആവശ്യമുള്ളൂ. ഇവിടുത്തെ ആ രൗദ്രഭാവം കണ്ട് ലോകം മുഴുവൻ കേട്ട് 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 ഇങ്ങനെ പറിച്ചിരിക്കുക. അതെ, കോപിക്കേണ്ട അവസരത്തിൽ കോപിക്കണം. കോപിക്കാനുള്ള അവസരം കഴിഞ്ഞാൽ പിന്നെ അത് കൊണ്ട് കിടന്ന് നടക്കരുത്. കുറച്ച് കഴിഞ്ഞാൽ കോപം ആറണം. അത് വേണ്ടേ? എപ്പോഴും കണ്ണാനും രുചി വീഴ്ച അങ്ങനെയായാലോ? ഇവിടുന്ന് കോപഭാവം എന്തിനാ അർത്ഥം? ഹിരണ്യകശിപുവിനെ കൊല്ലണം, ലോകത്തിലുള്ള ആളുകൾക്ക് ശാന്തിയും സമാധാനവും നൽകണം, അടിയനെ രക്ഷിക്കണം. ഇതൊക്കെ ആയിരുന്നില്ലേ ഈ ഉഗ്രരൂപം കൊണ്ടപ്പോ ഇവിടുത്തെ ഉദ്ദേശങ്ങൾ എല്ലാം പൂർണ്ണമായി സാധിച്ചില്ലേ? ഹിരണ്യകശിപു മരിച്ചു വീണു. ലോകം മുഴുവൻ ഒരു സജ്ജനദ്രോഹി മരിച്ചതിൽ ഇന്ന് ആനന്ദം കൊള്ളുന്നു. അടിയൻ ഇവിടുത്തെ ശ്രീപാദത്തിൽ അഭയം പ്രാപിച്ച് ഇവിടുത്തെ തൃപ്പാദത്തിൽ നിൽക്കുള്ളൂ. ഇവിടുത്തെ ആഗ്രഹം ഒന്നായി എല്ലാം സാധിച്ചു. ഇനി എന്തിനാ വെറുതെ കണ്ണു ചുറ്റി വെച്ച് നിൽക്കണത്? തദ്യക്ഷമന്യവും അസുരസ്തഹതസ്വയാദ്യ. പ്രഹ്ലാദ, എന്താ സത്യം പറയണം. ഇവിടുത്തോളം അടിയൻ കളവ് പറയാനുണ്ടോ? ഇവിടുത്തെ ബാക്കിയുള്ളവരോടൊക്കെ കുറേശ്ശെ കളവ് പറയെങ്കിലും ഇവിടുത്തെ മുമ്പിൽ കളവ് പറയില്ല. ശരി, എന്നാൽ ഒരു ചോദ്യം ചോദിക്കാൻ പോകുന്നു. എന്താണാവോ ഇവിടത്തേക്ക് ചോദിക്കാനുള്ളത്? പ്രഹ്ലാദന്റെ അച്ഛനെ വാറ് കയറി പിളർന്ന് കൊന്നതിൽ പ്രഹ്ലാദന് സങ്കടമില്ലേ? നാരായണ ഉത്തരം മുട്ടിക്കുന്ന ചോദ്യ. സ്വന്തം അച്ഛനെ വാറ് കയറി പിളർന്ന് കൊന്നിട്ട് ചോദിക്കുക, ആ കൊന്ന ആള് അച്ഛനെ കൊന്നതിൽ ദുഃഖമില്ലേ? ഇല്ലാന്ന് പറയാൻ പറ്റുമോ? ഉണ്ടാന്ന് പറഞ്ഞാൽ ഭഗവാൻ ആരോഗ്യാവില്ലേ? പ്രഹ്ലാദൻ പറഞ്ഞു, ഇവിടുന്നേ അടിയനെ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാണ്. ചോദിക്കും. അതെ, ഒരു പെരുവഴി, ആളുകളെ ധാരാളം നടക്കണ പെരുവഴി. ആ പെരുവഴിയില് ഒരു മാളം. ആ മാളത്തിൽ ഉഗ്രനായ ഒരു സർപ്പം. ആര് അതിൻ്റെ അടുത്ത് പോയാലും മാളത്തിൽ നിന്ന് പുറത്തുകര വന്ന സിംഹം ക്ഷയിച്ചും. അയ്യോ, അതിൽ കൂടി ഒന്ന് പോണ്ടേ, അവിടെ ഒരു ഉഗ്ര സർപ്പം അതിൻ്റെ അടുത്തെത്തിയാൽ ചീറ്റും, കടിക്കുകയും ചെയ്യും. അതുകൊണ്ട് വഴി ഒന്ന് മാറി വെക്കുക നല്ലത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളാ വഴിയൊന്നും പോവാനേ. ഒരു ദിവസം പ്രഭാതത്തിൽ ഒരു വാർത്ത കേട്ടു. എന്താ? ആരോരാള് ആ പാമ്പിനെ തല്ലി കൊന്നൂത്രേ. നാട്ടുകാരെ ഒക്കെ ദ്രോഹിച്ചുകൊണ്ട് ഒരു പാമ്പ് ഈ വഴിയുടെ അടുത്ത് ഉണ്ടായിരുന്നു. അതിന് തല്ലി കൊന്നു ചോദിച്ചു. കൊന്നോന്നോ? ഞാൻ കണ്ടിട്ടാ വരണ. തല്ലി കൊന്ന് ശവശരീരം എവിടേക്കോ ദൂരെ വലിച്ചറിഞ്ഞിരിക്കുന്നു. ഇനി ആ പാമ്പിനെ കൊണ്ട് ദ്രോഹം ഉണ്ടാവില്ല. സാധാരണക്കാരെന്ത് പറയും? സാധാരണക്കാരെ ഹാവോ, ഇനി സാമാന്യം അധികം കൂടി നടക്കാലോ, പാമ്പിനെ പേടിക്കാനും നടക്കാലോ, സന്തോഷായേ എന്ന് പറയും സാമാന്യം. സജ്ജനങ്ങളോ
മോദേത സാധുരപി വൃശ്ചിക സർപ്പഹത്യ. ഒന്നും പറയില്ല, കൊന്നത് നന്നായി പറയാൻ വയ്യ. പക്ഷേ സജ്ജനദ്രോഹം ചെയ്ത് നടക്കുന്ന ഒരു ദുഷ്ടൻ ചട്ടത്തിൽ ദുഃഖമുണ്ടോ? അതോട്ടില്ലേ? മോദേത സജ്ജനങ്ങളോട് ചോദിച്ചു നോക്കുക, പാപിനെ കൊന്നത് എന്തായി? നന്നായോ ചീത്തയായോ? അതൊക്കെ അവനോട് തന്നെയാണ് തീർച്ചയാക്കുക. അല്ലാതെ ഞാൻ ഇതൊക്കെ ഇപ്പം നന്നോ ചീത്തയോ എന്നൊക്കെ ഓരോന്നിൻ്റെ ഗുണദോഷം നിശ്ചയിക്കാൻ ഞാനാരാ? അതെ, ഓരോരുത്തരും അവരെ ചെയ്യണതിൻ്റെ ഫലം അനുഭവിക്കും. പാമ്പ് അത് ചെയ്യുന്നതിൻ്റെ ഫലം അനുഭവിച്ചു. അല്ലാണ്ട് ഞാനെന്ത് പറയാനാ? എന്നാലും അങ്ങനെയൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ ദുഃഖമല്ല, കുറച്ച് സന്തോഷം തന്നെയാ. ബോധേത സാധുരപി വൃശ്ചിക സർപ്പഹത്യ. അതുകൊണ്ട് ഇവിടുന്നാണ് ചോദിക്കേണ്ട, അച്ഛനെ കൊന്നത് നന്നായോ ചീത്തയായോ എന്ന് ചോദിക്കേണ്ട. അതിൽ ഒരുവിധം എല്ലാവരും സന്തോഷിക്കുന്നവരായിരിക്കും. കാരണം ലോകത്തിൽ നിന്നും വലിയ ഒരു ഉപദ്രവം എന്നേക്കുമായി അകന്നു പോയില്ലേ ആ സന്തോഷം. എന്ന് മാത്രമല്ല, ഇനി ആളുകളെ ഒരു പാഠം പഠിക്കുകയും ചെയ്തു. എന്താ? ലോകം നൃസിംഹ രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. എന്തിനു വേണ്ടിയാണ്? ആ രൗദ്രഭാവവും അതും ലോകത്തിന് ഉപകാരം മാത്രമേ ചെയ്യൂ, ഉപദ്രവം ചെയ്യില്ല. എന്തെങ്കിലും ഒരു ഭയം വന്നെങ്കിൽ, എന്തെങ്കിലും അത്യാവസ്ഥ വരേണ്ടതാണ് മനസ്സിലായാൽ, ഇപ്പൊ ആൾക്ക് വാർത്ത കൈവച്ച് വൃത്തന്ന് വിളിക്കാറായില്ലേ, എന്റെ നരസിംഹമൂർത്തെ രക്ഷിക്കണേ എന്നാണ് പറഞ്ഞാൽ പേരുണ്ടാവാ ചോദിക്കുന്നത്. രൂപം നൃസിംഹ വിഭയായ ജനാസ്മരന്തി. എല്ലാവർക്കും സർവഭയത്തിൽ നിന്നും രക്ഷ നൽകുന്ന ഒരു രൂപമായില്ലേ ഇവിടുത്തെ നരസിംഹാവതാരം. അതെ, നാട്ടുകാരുടെ കഥ എവിടെ ഇരിക്കട്ടെ. പ്രഹ്ലാദനെ എന്നെ കണ്ടാൽ പേടിയുണ്ടോ? നാട്ടുകാരെല്ലാവരും പേടിച്ചോടി. പ്രഹ്ലാദൻ എൻ്റെ അടുത്ത് വന്നു, കാക്കൽ വീണ് നമസ്കരിച്ചു. ആട്ടെ, അതൊക്കെ ചെയ്യുമ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ വല്ല പേടിയുണ്ടായിരുന്നോ പ്രഹ്ലാദനെ? എന്നെ എന്തിനാ മൃതേകനെ കുത്തി കുത്തി ചോദിക്കുന്നത്? പറയൂ, ഉണ്ടായിരുന്നോ? അടിയനോ ഈ വൃത്തിയ? എന്താ നാട്ടുകാരൊക്കെ എന്നെ പേടിച്ചുകൊണ്ടല്ലേ ഇരിക്കുന്നത്? പ്രഹ്ലാദനെ എന്നെ പേടിണ്ടായിരുന്നോ? സത്യം പറയട്ടെ ഇവിടുന്ന് പറഞ്ഞോളൂ. പേടിയില്ല ഇവിടുന്ന്. ഇവിടുത്തെ കാണുമ്പോ സന്തോഷമേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ, ആനന്ദേ ഉള്ളൂ, സന്തോഷമേ ഉള്ളൂ. പേടി ലേശല്ല. എന്നെ കണ്ടിട്ട ഇല്ല ഇവിടുന്ന്. ഇല്ലാത്തത് എങ്ങനെയാ പിന്നെ ഉണ്ടെന്ന് പറയാ? ഇവിടുത്തെ കണ്ടിട്ട് ലേശം പേടിയില്ല. ഓഹോ, എൻ്റെ കുട്ടി തന്നെയാ, സിംഹക്കുട്ടി തന്നെയാ. അല്ല സുഖേ, സിംഹത്തിനാരെയും പേടി ഉണ്ടാവില്ല, സിംഹക്കുട്ടിക്കും ഉണ്ടാവില്ല. നീ ഒരു സിംഹക്കുട്ടിയാ, എന്നെ പേടിയില്ലെങ്കിൽ നിനക്ക് പിന്നെ ലോകത്തിലൊരു വസ്തുവിനെയും പേടി ഉണ്ടാവില്ല, അല്ലേ പ്രഹ്ലാദ? അതല്ല ഇവിടുന്ന്. ഇവിടുത്തെ പേടിയില്ല നീ പറഞ്ഞോളൂ. പ്രഹ്ലാദനെ പേടിപ്പിക്കുന്നത് ഇനി ലോകത്തിൽ വേറെ വല്ലതുണ്ടോ? പറയോ പ്രഹ്ലാദ, അതിൻ്റെയും കൂടി കഥ കഴിച്ചിട്ടേ ഇവിടുത്തെ പോക്കുള്ളൂ. ആരെയോ പ്രഹ്ലാദന് പേടി? പറയോ പ്രഹ്ലാദ.
ജനിക്കുക, മരിക്കുക, ശത്രു, ബന്ധു, ക്ഷേത്രകർമ്മങ്ങൾ ചെയ്യുക, അതിൻ്റെ ഫലമായിട്ട് നരകം അനുഭവിക്കുക, ജനിക്കുക, അത് കഴിഞ്ഞാൽ വീണ്ടും ഒരു ജനിക്കുക. അങ്ങനെ ജനന മരണങ്ങളിൽ അജ്ഞാനം കൊണ്ട് മനസ്സ് മന്ദീഭവിച്ച് നിന്ദനവടിയെ സേവിക്കാതെ കണ്ട് അമ്മമാരുടെ പുതിയ പുതിയ പുത്തൻ ഗർഭപാത്രങ്ങൾ തേടി അരിഞ്ഞ് ഭഗവാനെ വയ്യാരിയായി അടിയന് എത്ര ജന്മം കഴിഞ്ഞു, എത്ര ജന്മങ്ങൾ ജനിച്ചു, എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു, കയ്യും കണക്കുമുണ്ടോ? പോട്ടെ, ഈ ജന്മത്തിൽ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കുണ്ടോ? ഇന്നലെ അനുഭവിച്ച ദുരിതങ്ങൾക്ക് കണക്കുണ്ടോ? ഇന്ന് എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു പറയാമോ? പറയുമ്പോ സത്യമായിട്ട് പറയണം, കളവൊന്നും പറയരുത്. ഇന്ന് നിങ്ങൾ എന്തെല്ലാം ദുരിതം അനുഭവിച്ചു, ഇന്നലെ നിങ്ങൾ എന്തെല്ലാം ദുരിതങ്ങൾ അനുഭവിച്ചു. അങ്ങനെ നോക്കുമ്പോ നമുക്കേ മുന്നിലെ കുറച്ച് വട്ടം ഉണ്ട്. ആ വട്ടം മാത്രമേ കാണൂ, അതിൻ്റെ അപ്പുറവും കാണില്ല, അതിൻ്റെ ഇപ്പുറവും ഇല്ല. കഴിഞ്ഞ ജന്മം എന്തായിരുന്നു അറിയില്ല, വരാൻ പോണ ജന്മം അറിയില്ല, നാളെ എന്ത് സംഭവിക്കും അറിയില്ല, ഇന്നലെ എന്ത് സംഭവിച്ചു അറിയില്ല, അടുത്ത നിമിഷത്തിൽ എന്ത് സംഭവിച്ചാൽ പറയാം. ഇതല്ലേ നമ്മളൊക്കെ നില. അങ്ങനെ അവരെ കുറിച്ച് ഒന്നും അറിയാതെ അജ്ഞതയിൽ കുടുങ്ങി, മിഥ്യാഭ്രമത്തിൽ കുടുങ്ങി ജനനമരണങ്ങൾ എടുത്തുകൊണ്ട് മനുഷ്യരെ വട്ടം ചിന്തിക്കുന്ന സംസാരത്തെ കുറിച്ച് ഓർക്കുമ്പോ ഗുരുവായൂരപ്പ പേടിയാവണം കേട്ടോ. അടിയന് പേടിയാവണുണ്ട്, വൃത്തിയല്ല. പിന്നെ അടിയന്റെ അജ്ഞതയെ, അടിയന്റെ അറിവില്ലായ്മയെ, അത് കാരണം അടിയൻ ചെയ്തു കൂട്ടുന്ന പാപകർമ്മങ്ങളെ, അതിനനുസരിച്ച് അനുഭവിക്കുന്ന ആപത്തുകളെ, ദുഃഖങ്ങളെ, അതൊക്കെ കുറിച്ച് ഓർക്കുമ്പോ പേടിയാവണു ഇവിടുന്ന്. അതുകൊണ്ട് ഭഗവാനെ അതിനെ അടിയന്റെ ഗുരുനാഥൻ അടിയന് ഈ ഭയം തീരാൻ, ജനന മരണങ്ങളിൽ നിന്നും സർവദുഃഖങ്ങളിൽ നിന്നും എന്നേക്കുമായി അടിയന് മോചനം നൽകാൻ ഒരു മരുന്ന് തന്നിട്ടുണ്ട് അടിയന്റെ ഗുരുനാഥൻ. അടിയൻ അതിപ്പോ കുറേശ്ശെ കഴിച്ചുകൊണ്ടിരിക്കുക. ഓഹോ, അപ്പോ പ്രഹ്ലാദനെ ഭയപ്പാടുള്ള വസ്തുക്കളിൽ നിന്നും ഭയം കൂടാതെ ജീവിക്കാനും പ്രഹ്ലാദന്റെ ഗുരുനാഥൻ മരുന്ന് തന്നിട്ടുണ്ട് അല്ലേ? എന്ത് മരുന്നാ? അല്ല, ആ മരുന്നിന്റെ പേര് എനിക്കും കൂടി ഒന്നാണ് കേട്ടാൽ സന്തോഷമായിരുന്നു. സോഹം പ്രിയസ്യ സുഹൃദ പരദേവതായ ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ചഗീതാ അഞ്ജസ്തേ ധർമ്മ്യനുഗൃണൻ ഗുണവിപ്രമുക്തോ ദുർഗാനിതേ പദയുഗാലയ ഹംസസംഗഃ. അടിയന്റെ ഗുരുനാഥൻ തന്ന മരുന്നെന്താണെന്നറിയോ? എന്തിനു വടികളെ ഭക്തവാത്സല്യം നിറഞ്ഞ കവിഞ്ഞൊഴുകുന്ന, കേട്ടാലും കേട്ടാലും പറഞ്ഞാലും അറിയാവാത്ത സുന്ദര കഥകള്, ഹൃദയം കവരുന്ന കഥകള്. ആ കഥകളാ ദുഃഖം മാറാള മരുന്ന്. നാരായണ ലീലാകഥാസ്തവ നൃസിംഹ വിരിഞ്ചഗീതാ. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് മുതൽക്ക് ആധുനികന്മാരായ മഹാത്മാക്കൾ കൂടി ഇന്നും ദുഃഖം തീരാൻ എന്താ പതിവ്? അതോ ഗുരുവായൂരത്തിനെ വിശ്വസിക്കുക, അവിടുത്തെ കഥകൾ പാടുക, അവിടുന്ന് രക്ഷിക്കുന്ന ഉറച്ച വിശ്വസിക്കുക. കുറച്ച് കഴിഞ്ഞാൽ ദുഃഖം തീരും, യാതൊരു സംശയമില്ല. ദുർഗാണിതേ പദയുഗാലയ ഹംസസംഗഃ. നിന്ദരിപടിയുടെ തൃപ്പാലമാകുന്ന താമരപ്പൂവിൽ സദാ വസിക്കുന്ന പരമഹംസന്മാരായ അരയണ്യങ്ങളില്ലേ, അവരോട് കൂടിയാണ് കൂട്ടുകൂടുക. ഗുരുവായൂരപ്പന്റെ കഥകൾ ഇങ്ങനെ പാട്,
അവിടുത്തെ വിശ്വസിക്കുക, ആരാധിക്കുക. അവർക്കുണ്ടോ ഭഗവാനെ ദുഃഖം? ഇതാ പ്രഹ്ലാദന് ചോദിക്കണത്. നാരായണ, ഇതല്ല എൻ്റെ ദുഃഖം മാറാൻ ഒരു മാർഗമല്ലേ പ്രഹ്ലാദ? ഇല്ല അവിടുന്ന്. അതൊക്കെ അടിയൻ കണ്ട് അനുഭവിച്ചതാ. ബ്രഹ്മാവ് വരെയുള്ള സർവവിധ ഐശ്വര്യങ്ങളും സുഖങ്ങളും സ്വർഗാദി ലോകങ്ങളും കുറച്ചു കാലമായിട്ട് അടിയന്റെ അച്ഛൻ്റെ പിരികക്കൊടിയുടെ ചലനത്തിനനുസരിച്ച് അങ്ങനെ ഇങ്ങനെ തത്തിക്കളിച്ചിരുന്നതല്ലേ സ്വർഗലോകം. അച്ഛൻ്റെ ഇഷ്ടക്കാർക്കേ സ്വർഗലോകമുള്ളൂ, അച്ഛൻ്റെ ഇഷ്ടമില്ലാത്തവർക്ക് നരകലോകം. അങ്ങനെ ലോകം മുഴുവൻ കേൾമേൽ മറിച്ച് എല്ലാറ്റിനെയും ഭരിച്ചു നിർന്നേരുന്ന ആ സർവശക്തൻ അടിയന്റെ അച്ഛൻ, ഇവിടുത്തെ പോലും വെല്ലുവിളിച്ച ആ മഹാഗംഭീരൻ എവിടെ? എവിടെ? അടിയന്റെ അച്ഛൻ കഥയായില്ലേ? നാരായണ, ഇതേവരെ അച്ഛനെ കണ്ടായിരുന്നു, ഇപ്പോഴ് അങ്ങനെ ഒരാളുണ്ടായിരുന്നു. ഭഗവാൻ നിഗ്രഹിച്ചു അല്ലേ? അങ്ങനെ കാലസ്വരൂപനായ നിന്ദിന് വഴിയുടെ ഗതിക്ക്, നിന്ദിന് വഴിയുടെ ചലനസ്ഥലത്ത് സഞ്ചരിക്കുന്ന ഈ മനുഷ്യർക്കുണ്ടോ ഭഗവാനെ സുഖം? നിന്ദിന് വഴി സേവിക്കാത്തവർക്കുണ്ടോ സുഖം? വെറും വ്യാമോഹം മാത്രം. പണം സമ്പാദിച്ചാൽ സുഖായി, വിദ്യ സമ്പാദിച്ചാൽ സുഖായി, ഉദ്യോഗം ഭരിച്ചാൽ സുഖായി. അങ്ങനെ ഓരോരോ വ്യാമോഹങ്ങൾ അവളെത്തുമ്പോ കാണാം എന്തൊക്കെ ദുരിതങ്ങളാ അവരെ അനുഭവിച്ച് കൂട്ടുന്നതെന്ന് അവരോട് ചോദിക്കണം. അപ്പോഴേ മനസ്സിലാവൂ. പുറമേ നിൽക്കുന്ന ആളുകളൊക്കെ, ഇക്കരെ നിൽക്കുന്ന ആൾക്ക് അക്കരെ പച്ച, അക്കരെ നിൽക്കുന്നതൊക്കെ ഇക്കരെ പച്ച. അടുത്ത് വന്നാലല്ലേ പച്ചയോ മരുഭൂമിയോ എന്ന് മനസ്സിലാവുക. ഇക്കൂട്ടത്തിൽ ലോകത്തില് എന്നും സുഖം തരുന്ന ഒരു വസ്തുവില്ല, ഒരു സാധനമില്ല. എന്നും സുഖം വേണമെന്ന് ആഗ്രഹമുണ്ടോ? ഗിരിയായിരിപ്പിന്റെ പാദം പോയി ആശ്രയിച്ചോളൂ, എന്നാ സുഖം കിട്ടും. ഇല്ലെങ്കിലേ ഏലട്ട ഗോപി. നാരായണ, നാരായണ ഗുരുവായൂരപ്പ. അതുകൊണ്ട് അടിയനെ ഈ മോഹാർണവമായ അജ്ഞാനാർണവമായ സംസാര സമുദ്രത്തിൽ നിന്നും ഒന്ന് കരകയറ്റണേ. അത് ഇവിടുന്ന് വിചാരിച്ചാലേ പറ്റൂ. എല്ലാ ആപത്തുകളും അടുത്ത് വന്ന മരണം പോലും പിന്തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോകുന്ന അടിയന അനുഭവമല്ലേ പ്രഹ്ലാദന്? അങ്ങനെ അനുഭവം ഉണ്ടോ? മരണം അടുത്ത് വന്നിട്ട് മരണം ഓടിപ്പോയ വല്ല അനുഭവം ഉണ്ടോ? പിന്നെ അതൊന്ന് കേക്കട്ടെ. മത്പ്രാണരക്ഷണമനന്ത പിതൃവധശ്ച മന്യേ സ്വഭൃത്യ ഋഷിവാക്യമൃതം വിധാതും ഖഗം പ്രഗൃഹ്യയലമോചൽ അസദ്വിധിസ്വാം ഈശ്വരോ മധുപരോ മധു കം ഹരാമി. വലത്തെ കയ്യിൽ വാള്, പുഴുകൊക്കൊടി കിടന്നിട്ട് കെട്ടകെട്ടുന്നതിനെ മറിക്കുന്നു, കണ്ണങ്ങനെ ചുവന്നിരിക്കുന്നു. എന്നിട്ട് ഇടിവെട്ടുന്ന സ്വരത്തിൽ അടിയനോട് കൽപ്പിച്ചു അടിയന്റെ അച്ഛൻ, സ്വാമീശ്വരോ മധുപരോ മധു കം ഹരാമി. നീ ഞാനെല്ലാം കണ്ട് മറ്റൊരു ഈശ്വരൻ എന്നാണ് വിശ്വസിച്ചിരിക്കണവരല്ലേ? അങ്ങനെ ഒരു ഈശ്വരൻ ഉണ്ടെങ്കിൽ ആ ഈശ്വരൻ നിന്നെ രക്ഷിക്കരുത്, ഞാനൊന്ന് കാണട്ടെ. കം ഹരാമി, നിന്നെ കഴുത്തറക്കാൻ പോകുന്നു. ഇതും പറഞ്ഞ് വാളം വീശി അടിയന്റെ കഴുത്തറക്കാനൊരു വരവ്. അവസാനം എന്തുണ്ടായി? ഇത് ഇനി ആദ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. കഴുത്തറക്കാൻ വന്ന അച്ഛൻ മരിച്ചു വീണു. കഴുത്തറക്കാൻ ഏതൊരു മകന്റെ കഴുത്താണോ അറക്കാൻ ഭാവിച്ചത് ആ മകൻ ഇന്നും ജീവിച്ചിരിക്കുന്നു. കാരണം ഇവിടുത്തെ കൃപ,
ഇവിടുത്തെ കാരുണ്യം. എൻ്റെ പ്രഹ്ലാദൻ ഇപ്പം മരിക്കാറായിട്ടില്ല, ആര് വന്നാലും അതിൽ നിന്ന് അവനെ രക്ഷിക്കേണ്ടത് എൻ്റെ ചുമതലയാണോ? അങ്ങനെ സ്വന്തം ഭർത്തനെ മരണത്തിൽ നിന്ന് പോലും രക്ഷിക്കാൻ ചങ്കൂറ്റവും കെൽപ്പുള്ള ഒരാള് അധികാരിപ്പിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഭരിച്ചോളൂ, അതാണ് നല്ലത്. വലിയ യുക്തിയും വലിയ ശാസ്ത്രവും ഒന്നും നോക്കാൻ നിൽക്കണ്ട. ഗുരുവായൂരപ്പനെ സേവിച്ചാൽ എനിക്ക് രക്ഷയുണ്ട്, എന്നെ അവിടുന്ന് രക്ഷിക്കും, അർത്ഥം വിശ്വസിച്ച് ഭരിക്കും, വെറുതെ ആവില്ല ആ ഭജനം. ഇതാണ് പ്രഹ്ലാദൻ സ്വാനുഭവത്തിൽ നിന്നും നൃസിംഹമൂർത്തിയെ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അതുകൊണ്ട് ഭഗവാനെ, ഇനിയിപ്പോ അടിയന് എന്ത് പറയാൻ? ഇത്രയൊക്കെ ഒരു കരുണാവാരിയായ ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ കാത്ത് രക്ഷിക്കാൻ അരയും തലയും മുറുക്കി വൈകുണ്ഠലോകം പോലും തൽക്കാലം വേണ്ടെന്ന് വെച്ച് നമ്മുടെ നാട്ടിൽ ഓരോരോ ക്ഷേത്രങ്ങളിൽ സന്നിധാനം ചെയ്തുകൊണ്ട് നീ കുറച്ച് എന്നെ സ്നേഹിക്ക, നിന്റെ കയ്യിലുള്ളത് അതിൽ ചെറിയൊരു ഭാഗമെങ്കിലും എനിക്ക് നിന്നെ ഞാൻ രക്ഷിക്കാം, നിന്നെ ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞ് കാരുണ്യ കടലായി നിൽക്കുന്ന ഈ ഗുരുവായൂരപ്പനെ സേവിക്കാത്തത് ഭഗവാനാണോ കുറ്റക്കാരൻ, അതോ നമ്മളാണോ കുറ്റക്കാരൻ? എന്നിട്ട് അച്ഛൻ രക്ഷിക്കും, അമ്മ രക്ഷിക്കും, ബന്ധുക്കളെ രക്ഷിക്കും, ചർച്ചക്കാരെ രക്ഷിക്കും എന്നും പറഞ്ഞ് സ്വന്തം അടുത്തുള്ളവരെ മുമ്പിലേക്കൊക്കെ ഓടി നടക്കുക. അവസാനം രക്ഷിക്കരുത് വിശ്വസിച്ചവരെ ആദ്യം മരിച്ചു പോകും. പിന്നെ രക്ഷിക്കരുത് പറഞ്ഞാൽ അത് പിന്നെയും ജീവിച്ചു എന്നും വരും. ഇതല്ലേ ലോകത്തിലെ സ്ഥിതി. അതുകൊണ്ട് അനശ്വരനായ, നിത്യനായ, നിരാമയനായ, കരുണാമയനായ ഗുരുവായൂരപ്പനെ വിശ്വസിക്കൂ. ഇന്ന് നമ്മൾ മറ്റുള്ള ആളുകളോട് കൊടുക്കുന്ന ആ വിശ്വാസവും സ്നേഹവും ആത്മാർത്ഥനയോടുകൂടി എല്ലാമെങ്കിലും ഗുരുവായൂരപ്പനെ കുറച്ച് നോക്കൂ. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പറയൂ ഇപ്പൊ സുഖാണോ ദുഃഖാണോ. അപ്പൊ അറിയാം എന്താ ഗുരുവായൂരപ്പനെ വിശ്വസിച്ചാൽ, എന്താ അവിടുത്തെ ഭരിച്ചാൽ അതിൻ്റെ ഫലം അപ്പോഴേ മനസ്സിലാവൂ. അതുകൊണ്ട് എൻ്റെ ഗുരുവായൂരപ്പ അടിയന് ഇനിയിപ്പോ ഒന്നും പറയാനില്ല. അടിയൻ്റെ ഗുരുനാഥൻ ഒരു 5-6 കൂട്ടം പറഞ്ഞു തന്നു. അതും ചെയ്തുകൊണ്ട് ഇവിടുത്തെ ഭരിക്കണമെന്ന് വിചാരിക്കുക ഗുരുവായൂരപ്പ. എന്തേ പറഞ്ഞു തന്നത് പ്രഹ്ലാദാണ്. തത്തേരുഹത്തമ നമസ്തുതി കർമ്മ പൂജാ കർമ്മ സ്മൃതിശ്ചരണയോ ശ്രവണം കഥായ. ഗുരുവായൂരപ്പനെ നമസ്കരിക്കൂ, ബഹുമാനിക്കൂ. എനിക്കെൻ്റെ ഗുരുവായൂരപ്പൻ്റെ ശരണാരവിന്ദങ്ങൾ മാത്രം അവലംബം. ഹേ മഹാപ്രഭോ, കരുണാവാരിധേ, ഭക്തവത്സല, ആർത്തബന്ധോ, നിന്ദനമടിയുടെ ശരണാരവിന്ദം മാത്രം അടിയനാശ്രയം. അതാണ് നമസ്കാരം, സ്തുതി. അവനവൻ്റെ വാക്കുകളെ കൊണ്ട് ഭഗവാന്റെ അവതാരങ്ങള്, ഭഗവാന്റെ മാഹാത്മ്യങ്ങള് വിസ്തരിച്ച് പറയൂ. 100 ആളുടെ മുമ്പിൽ വെച്ച് പറഞ്ഞാൽ ഒരാളെങ്കിലും വിശ്വസിച്ചാൽ അത് നേട്ടാ. നാരായണ, വിശ്വസിക്കാത്തവരാവും അധികം, അല്ലാതൊന്നും പറയാനില്ല. പക്ഷെ ആർക്കെങ്കിലും ഒന്ന് വിശ്വസിക്കണമെന്ന് തോന്നി, ആർക്കെങ്കിലും ഗുരുവായൂരപ്പനെ സേവിക്കണമെന്ന് തോന്നിയാൽ അവരെ രക്ഷപ്പെട്ടു എന്നുള്ളതാ ചുരുക്കം. അതാണ് അതിനുവേണ്ടി ഭഗവാന്റെ അവതാരങ്ങള് പാടി വാഴ്ത്തി സ്തുതിക്കുക. നമസ്തുതി കർമ്മ പൂജാ. എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ കൈങ്കര്യങ്ങള്, അവിടത്തേക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുക. അതാവട്ടെ നമ്മളെ കർമ്മം. പൂക്കളെടുത്തുകൊണ്ട്, നല്ല നല്ല പൂക്കളെടുത്തുകൊണ്ട് വന്ന് സുഗന്ധദ്രവ്യങ്ങളിൽ മുക്കി ഗുരുവായൂരപ്പ സന്തോഷിക്കണേന്നും പറഞ്ഞ് അവിടുത്തെ ശ്രീപാദത്തിൽ പൂക്കളെ കൊണ്ട് ശ്രീപാദങ്ങൾ മൂടുക. അതാണ് പൂജ. സ്മൃതിസ്ഥരണയോ, പഞ്ചലം കഴിഞ്ഞ ശ്രീപാദങ്ങൾ മനസ്സിൽ നിന്ന് പുറത്തു പോകാതെ സൂക്ഷിക്കുക.
ചെവി ഭഗവാന്റെ കഥകൾ കേൾക്കാൻ വേണ്ടി വിനിയോഗിക്കുക. ഇങ്ങനെ 6 കൂട്ടാണ് ഭക്തി എന്ന് വെച്ചാൽ. ഈ 6 കൂട്ടം ഭഗവാൻ സന്തോഷിക്കണേ എന്ന ആ ഉദ്ദേശത്തോടു കൂടി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ യാതൊരു സംശയമില്ല, അവൻ ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേരുക തന്നെ ചെയ്യും. അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ഗിരിരായത്തിനെ സന്തോഷിപ്പിക്കാൻ. തല കുത്തി നിൽക്കേ, മൂക്ക് പിടിക്കുകയൊന്നും വേണ്ട. പിന്നെ കുറേശ്ശെ കഥ കേൾക്കുക, തിരുനാമങ്ങൾ ജപിക്കുക, 2 പൂവ് ഗിരിരായത്തിന്റെ പാദത്തിൽ അർച്ചിക്കുക, രക്ഷിക്കണേന്ന് പറയാ, നമസ്കരിക്കുക, ഇത്രയൊക്കെ വേണ്ടോ. എന്നാൽ കരുണാവാരിധി സന്തോഷിക്കാൻ തയ്യാറാ. പക്ഷേ ചെയ്യാൻ നമ്മൾ തയ്യാറില്ല. ആരുടെ കുറ്റം? ആരുടെ കുറ്റം? നമ്മുടെ കുറ്റം, വിനായകത്തിന്റെ കുറ്റം. നമ്മൾ ഭഗവാനെ സേവിക്കാത്തത് എന്നല്ല. സൂര്യന്റെ മുമ്പ് ചെന്നിട്ടേ ഒരു പ്രാന്തം ചോളോ, സൂര്യനില്ല, സൂര്യനില്ല, സൂര്യന് കയ്യൊക്കെ രാശം കണക്കി സൂര്യനില്ല എന്ന് പറയും. അപ്പോഴും സൂര്യന്റെ പേര് കൊണ്ട് പൊള്ളുന്നുണ്ടാവും, അല്ലെങ്കിൽ ചൂടുന്നുണ്ടാവും. എന്നാലും പറയും സൂര്യനില്ല. ഇക്കൂട്ടത്തിൽ യുക്തിവാദിയാത്രേ ഈശ്വരനില്ല എന്ന് പറഞ്ഞത് എന്ത് യുക്തിയാണെന്ന് മനസ്സിലാവണില്ല. വാസ്തവം പറഞ്ഞാൽ ഈ ദേഹത്തിൽ നിന്നും ഒരു ചൈതന്യം ഉണ്ട്. ഇത് ഈ ദേഹം പ്രവർത്തിപ്പിക്കണ എന്തോന്ന് നമ്മൾ കാണാത്ത കേൾക്കാത്ത ഒന്ന്, തൊടാനൊന്നും അറിയില്ല. എങ്കിലും അനുഭവത്തിൽ കൂടി നമുക്ക് മനസ്സിലാവും അങ്ങനെയൊന്നുണ്ടാവും. കാരണം കൈ കൊണ്ട് ഇളക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു, മൂക്കുകൊണ്ട് ശ്വസിക്കുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, നാവ് കൊണ്ട് പറയുന്നു. അങ്ങനെ ഈ ദേഹം പല പല പ്രവൃത്തികളും എടുക്കുന്നു. അതൊക്കെ ഇപ്പൊ ഈശ്വരന്റെ കാരുണ്യം കൊണ്ടാണോ എന്ന് പ്രകാരം മനസ്സിലായത്? ഏയ് ഒന്നുമില്ല. ഒരു സുപ്രഭാതത്തിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കാണുകയും കേൾക്കാതെയും കാണുകയും ചെയ്തിട്ടില്ല, കേൾക്കുകയും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാധനം അത് ഈ ദേഹത്തിൽ നിന്ന് യാത്രയാവണം. ഇതേവനെ അങ്ങനെയൊന്ന് നമ്മുടെ ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് ദേഹം നടക്കണത്. ആ വസ്തു നമ്മുടെ ദേഹമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് പുറത്തു പോയാൽ പിന്നെ ഈ ദേഹം എന്തിനു കൊള്ളും? അത് കേൾക്കട്ടെ. രാജാവായാലും വേണ്ടില്ല, ദരിദ്രനാരായണനായാലും വേണ്ടില്ല, അവന്റെ ദേഹത്തിൽ നിന്നും ഈ ചൈതന്യം പുറത്തു പോയാൽ ആ ദേഹം പിന്നെ എന്തിനാ കൊള്ളുക? ചൂടാൻ തെക്കോട്ട് കൊണ്ടുപോയിട്ട് അതിനെ കൊള്ളൂ. എവിടെ? കയ്യിളക്കിയായിരുന്നു, നാവ് കൊണ്ട് സംസാരിച്ചായിരുന്നു, നടന്നായിരുന്നു, ഇരുന്നായിരുന്നു, ഓരോരോ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തായിരുന്നു, ഭാവി പരിപാടി ആസൂത്രണം ചെയ്തായിരുന്നു. ഇപ്പൊ എന്താ ഇതിനൊക്കെ പറ്റിയത്? കടത്തിയാ കിടക്കണം, നിൽക്കില്ല കിടക്കും, കുറച്ചാൾ കഴിഞ്ഞാൽ നാറി പുളിച്ചിട്ട് വയ്യ. എന്ത് പറ്റി? ഇപ്പോ ആ ദേഹം തന്നെയല്ലേ ഇവിടെ കിടക്കണം. എന്താ ദേഹത്തിന് പറ്റിയത്? അതിൻ്റെ ഉള്ളില് പ്രവർത്തക ശക്തി, ഒരു സാധനം, ചൈതന്യം, അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയി. അപ്പൊ ശിവൻ പോയപ്പോ ഒരു ഭക്തൻ പറഞ്ഞു, അതേവരെ ശിവായിരുന്നു. അദ്ദേഹം കൊണ്ട് പല ആളുകൾക്കും നന്മകളും ഉപകാരങ്ങളൊക്കെ ചെയ്യുന്ന ഒന്നായിരുന്നു. ശിവൻ പോയപ്പോ വികാരം വെട്ടിക്കളഞ്ഞു. വികാരം വെട്ടിക്കളഞ്ഞപ്പോ ഇപ്പൊ എന്തായി? അപ്പൊ പിന്നെ ശവായി. നാരായണ, വേറെ വിഷമൊന്നുമില്ല, ഇതല്ലേ ഉണ്ടായത്. അതുകൊണ്ടേ ആ ഭഗവാനെ ജീവിച്ചിരിക്കുന്ന സമയത്തെ നമുക്ക് ഭരിക്കാൻ പറ്റൂ. ചത്തുപോയതിനു ശേഷം ഭരിക്കാന്ന് പറഞ്ഞാൽ ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഈ ജീവിതം നിലനിൽക്കുന്ന കാലത്ത് തന്നെ കുറച്ചൊന്ന് ആത്മാർത്ഥതയോടുകൂടി ഭഗവാനെ സേവിക്കാൻ ശ്രമിക്കൂ. സംസേവയാ ഭക്തിഞ്ജന പരമഹംസഗതമൂലഭേദ. ഈ ഭഗവാനെ സേവിക്കാതെ
ഒരു സുപ്രഭാതത്തിൽ ചൂളൂര് അടിച്ച് എടുക്കാന്നൊന്നും വിചാരിക്കേണ്ട ഈശ്വരന്റെ സന്തോഷം. നമ്മൾ ആത്മാർത്ഥമായി കുറച്ചെങ്കിലും ഗുരുവായൂരപ്പ സന്തോഷിക്കണേ എന്നുള്ള ഒരു ഹൃദയത്തോടു കൂടി അവിടുത്തെ ഭരിക്കാൻ തുടങ്ങണം. അങ്ങനെ ആയാലോ എളുപ്പം സന്തോഷിക്കാം. ജീവിതത്തിൽ അവന് ദുഃഖം ഉണ്ടാവില്ല. ദുഃഖം ഉണ്ടാവുന്നത് ഈശ്വര വിശ്വാസമില്ലാതെ തന്നെ ഇഷ്ടപ്രകാരം ചെയ്യരുതാത്ത ഓരോരോ കാര്യങ്ങൾ ചെയ്തതിന്റെ ഫലമായിട്ടാ ജീവിതത്തിൽ ദുഃഖം അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നത്. ഈശ്വര വിശ്വാസത്തോടു കൂടി ഭഗവാനെ മുൻനിർത്തി നാം ജീവിക്കൂ, ദുഃഖം ഉണ്ടാവില്ല. ഇതൊക്കെയാണ് പ്രഹ്ലാദന് നൃസിംഹമൂർത്തിയോട് പറയാനുള്ള കാര്യങ്ങൾ. ഇത്രയൊക്കെ പറഞ്ഞ് ഗുരുവായൂരപ്പ ഇവിടുന്ന് പറയുമെന്ന് പറഞ്ഞു. അടിയിൽ വായെ തോന്നിയതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. നല്ലതുണ്ടാവാം, ചീത്തറുണ്ടാവാം. അതിൽ ഇവിടത്തേക്ക് ഇഷ്ടമായ വല്ലതും ഉണ്ടെങ്കിൽ അത് തൃപ്പാദത്തിൽ എടുത്തു വയ്ക്കുക. ഒക്കെ ഇഷ്ടമായോ ഒക്കെ എടുക്കാം. അല്ല കുറച്ച് ഇഷ്ടമായിരുന്നു വെച്ചാൽ എന്നാൽ അത് തൃപ്പാദത്തിൽ വയ്ക്കുക. ഇഷ്ടമല്ലാത്ത കാര്യങ്ങളൊക്കെ അടിയൻ എടുത്തോളാം. ഇതൊരു സദാപതി നാരായണ, നിനക്ക് ഞാൻ തരൊന്നുമില്ല. പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്യും? ഞാൻ ഗുരുവായൂരത്തിനോട് പറയണമെന്ന് വെച്ചാൽ പറയണം. ഗുരുവായൂരത്തിനോട് പറഞ്ഞ വെച്ചാൽ അവിടത്തേക്ക് ഒരു വഴിയുണ്ട്. എൻ്റെ തെക്കേ ഭാഗത്തെ ചെമ്പടപ്പുണ്ട് ധാരാളം. ചെമ്പടപ്പ് അതിൻ്റെ ആയിരുന്ന ആ കാര്യം, നിന്റെ ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ അതിൽ പോയിട്ട് സ്വാഹ എന്ന് പറഞ്ഞൊരു ഹോമം നടത്തും. അല്ല കഥ അതോടുകൂടി അത് കത്തിക്കരിയും. നീയൊന്നും വേണ്ട, ഒക്കെ ഞാൻ ചെയ്തോളാം ഒരു നാട്ടിൽ. ഇതാ ഗുരുവായൂരപ്പൻ. അതുകൊണ്ട് അവിടുത്തെ ഒരു ദേശം വിശ്വാസത്തോടു കൂടി പ്രഹ്ലാദനെ പോലെ എന്ത് തന്നെ വന്നാലും ഞാൻ ഭഗവാനെ വിടില്ല, ഞാൻ ഭഗവാന്റെ ശ്രീപാദം വിടില്ല എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി സേവിച്ച് നോക്കൂ. പരീക്ഷാർത്ഥം ആയിക്കോളൂ. വായനക്കാരൻ കയ്യും കലാശമൊക്കെ ആയിട്ട് തലയൊക്കെ കുരുക്കി ദേഹമൊക്കെ വളച്ചോടിച്ച എന്തൊക്കെയോ പറയുന്നുണ്ട്. ശരിയാണോ? അല്ല, ഗുരുവായൂരത്തിനെ സേവിച്ചാൽ വലുതും പറ്റുമോ കിട്ടുമോ? ഭഗവാനെ സേവിച്ചാൽ ദുരിതമൊക്കെ തീരുമോ? സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഗുരുവായൂരപ്പനെ ഒന്ന് സേവിച്ച് നോക്കുക. അങ്ങനെ ആയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും, വലിയ താമസമൊന്നും വേണ്ട. അതിന് കുറച്ച് ദിവസം ആത്മാർത്ഥത വേണം. ഭഗവാനെ സേവിക്കുമ്പോൾ മറ്റവനെ കാണിക്കാനാവരുതെന്ന് മാത്രം. എന്നാൽ വലിയ താമസമില്ലാതെ തന്നെ അതിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇതാണ് പ്രഹ്ലാദൻ നൃസിംഹമൂർത്തിയോട് പറഞ്ഞ സ്തുതിയുടെ ചുരുക്കം. ഗുരുവായൂരപ്പ, അപ്പം ഇനി നമുക്കെന്താ വേണ്ടതെന്നല്ലേ? ഇനി നിങ്ങളൊക്കെ ചിന്തിക്കുക. കുറേ നേരമായി പലതും പറയണു. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ഒന്നും പറഞ്ഞിട്ടില്ല. അത് ഭഗവാൻ തോന്നിച്ചത് പറഞ്ഞു എന്നല്ലാണ്ട് എൻ്റെ സ്വന്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. നാരായണ, അത് ഇഷ്ടമില്ലാത്ത ഗുരുവായൂരപ്പൻ തിരിച്ചെടുക്കുക. ഇഷ്ടമുള്ളത് ദേ ഇവിടെ കേൾക്കാൻ വന്ന ആളുകളുടെ ഹൃദയത്തിന് കുറേശ്ശെ ഒന്ന് തളിക്കുക. നാരായണ, ഇവിടുത്തേക്ക് ഇഷ്ടമായ കാര്യങ്ങൾ, എന്നിട്ട് അവരെ കൊണ്ടും ഇവിടുത്തെ ഒന്ന് സേവിപ്പിക്കുക. വിശ്വാസത്തോടുകൂടി ഭക്തിയോടുകൂടി അവരെ കൊണ്ടുകൂടി ഇവിടുത്തെ ഒന്ന് സേവിപ്പിക്കുക. അങ്ങനെ ആയാൽ ഇക്കണ്ട ആളുകളൊക്കെ ഗുരുവായൂരപ്പനെ സേവിക്കാൻ തുടങ്ങിയ എന്താവും കഥ എന്നറിയോ? ലോകത്തുനിന്നേ തിന്മകൾ അപ്രത്യക്ഷം. തിന്മയില്ല, നന്മ മാത്രമേ ഉള്ളൂ. അതിന് ചങ്കൂറ്റത്തോടു കൂടി ഒന്ന് ഇറങ്ങി പുറപ്പെടണം എന്ന് മാത്രമേ. ഇത് എൻ്റെ ഒന്നുമല്ല, ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രഹ്ലാദൻ്റെ അഭിപ്രായ. വേണമെന്ന് വെച്ചാൽ ധരിച്ചോളൂ. അവനോട് നന്നാവണമെന്ന് വിചാരമുണ്ടെങ്കിൽ ഗുരുവായൂരത്തിനെ സേവിച്ചോളൂ. അല്ലാണ്ട് ഇപ്പോൾ ഇതൊന്നും അടിച്ചേൽപ്പിക്കാനൊന്നും ഞാൻ തയ്യാറില്ല. അപ്പൊ കുറെ കേട്ടില്ലേ? എന്നെ തോന്നണോ? നിങ്ങൾ തീർച്ചയാക്കുക. സേവിക്കണമെന്നാ തോന്നണം, സേവിച്ചോളൂ. വളരെ വേഗത്തിൽ സിദ്ധി പ്രാപിക്കാം. സേവിക്കേണ്ടതെന്നാ തോന്നണോ വെച്ചാൽ എന്താ പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. അല്ലാണ്ട് ഞാൻ എന്താ പറയാൻ? ഇത് നിർബന്ധമോ അല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കലോ ഒന്നുമില്ല. കാര്യങ്ങളാണ് ഒരു വിശദ വിവരം റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ തന്നു. ഇതൊക്കെയാ ജീവിതം.
അതിൽ നിന്ന് ഒരു വ്യതിയാനം വേണം, നല്ല ഭാവി എനിക്കൊരു വ്യതിയാനം വേണമെന്ന് വെച്ചാൽ ഗുരുവായൂരപ്പനെ സേവിച്ചേ പറ്റൂ, നിർബന്ധം. ഇംഗ്ലീഷിൻ്റെ ഒരു പദം മസ്റ്റ്, അങ്ങനെയാണോ? മസ്റ്റായിട്ട് ചെയ്യണം വെച്ചാൽ ചെയ്യാൻ ഞാൻ ശരിയാവില്ല എന്നർത്ഥം. ആ കൂട്ടത്തിൽ സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഭഗവാനെ സേവിക്കാൻ ഞാൻ നേരെയാവില്ല, ഭഗവാനെ ഭരിക്കാൻ ഞാൻ നേരെയാവില്ല. അതുകൊണ്ട് നേരെ ആവണമെന്ന് മോഹമുള്ള ആളുകൾ കുറച്ചെങ്കിലും ഗുരുവായൂരപ്പനെ സേവിക്കുക. നേരെയാവുമല്ലോ നോക്കുമോ? നേരെ ആയില്ലെങ്കിലല്ലേ. ഞാൻ കുറച്ച് ദിവസമൊക്കെ പറയുന്നു നാരായണ അടുത്ത കാലത്തൊന്നും ചാവാൻ പോണില്ല എന്നാണ്. ശരിയായി ഗുരുവായൂരപ്പ കൊണ്ടുപോയി ഞാൻ പൂജ ചെയ്യും. പക്ഷേ കുറച്ചു കാലം കൂടിയൊക്കെ ഉണ്ടാകുന്നതാണോ? അപ്പൊ നമുക്ക് കാണാം ഗുരുവായൂരപ്പനെ സേവിച്ചിട്ട് എന്താ ഫലം. ഏതായാലും ഇതൊക്കെയാണ് പ്രഹ്ലാദന് നൃസിംഹമൂർത്തിയോട് പറയാനുള്ള പ്രഹ്ലാദ സ്തുതിയുടെ ചുരുക്കമായിട്ടുള്ളൂ കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറഞ്ഞു മാത്രം ചുരുക്കമായിട്ടുള്ളൂ. ഇനി വിസ്തരിച്ച് പറയുകയാണെങ്കിൽ ദിവസങ്ങളോളം തന്നെ വേണ്ടി വരികയും ചെയ്യും. അപ്പം ചുരുക്കം പറഞ്ഞു മാത്രം. അതുകൊണ്ട് ആ നാരദ മഹർഷിയുടെ ശിഷ്യൻ്റെ വാക്കുകൾ നമുക്കും അനുകരണീയമാണ്, നമുക്കും സ്വീകാര്യമാണ്. സ്വീകരിച്ചാൽ തെറ്റില്ല, അബദ്ധം പറ്റില്ല, പശ്ചാത്തപിക്കേണ്ടി വരില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഉപസംഹരിക്കുകയാണ്. ഗുരുവായൂരപ്പൻ സന്തോഷിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ